അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഇതിപ്പോൾ പാർട്ടിയും തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ നിന്ന വിമർശനങ്ങൾ കടുപ്പിക്കുകയാണ്. ഇതെങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്? CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന് മറുപടികൾ വരുന്നു. സഭയ്ക്ക് അകത്തുനിന്ന് തന്നെ പല പരാമർശങ്ങളും വരുന്നു. യുവജന സംഘടന തന്നെ വിമർശനം കടുപ്പിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? റോഷ്നി, തീർച്ചയായിട്ടും CPIM-ഉം തലശ്ശേരി അതിരൂപതയും നേർക്കുനേർ ഒരു പോരിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒരു വിമർശനം അതിരൂപതയുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫിലിപ്പ് കവീലിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു പരാമർശമുണ്ടായത്. അതിനുശേഷം തന്നെയാണ് DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വീണ്ടും ഒരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം ഒരു പടി കൂടി കടന്നുകൊണ്ട്, അല്ലെങ്കിൽ വിമർശനം ഒരു പടി കൂടി കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത്. ഈ സംഭവത്തിൻ്റെ, അതായത് ഈ പറയുന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്കെതിരായിട്ടുള്ള വിമർശനത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ്. ആ ഒരു പരിപാടിയുടെ ഭാഗമായി ജർമ്മനിയിലെ ചിന്തകനൊക്കെ ആയിട്ടുള്ള മാർട്ടിൻ നിമോളറെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് VK സനോജ് ഒരു വിമർശനം ഈ പാംപ്ലാനിക്ക് നേരെ ഉയർത്തിയത്. നിമോളറുടെ അവസ്ഥയായിരിക്കും പാംപ്ലാനിക്ക് എന്നുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലായിരുന്നു ആ പ്രതികരണം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ്, അല്ലെങ്കിൽ ആ പ്രതികരണം നടത്തി തൊട്ടടുത്ത ദിവസമാണ് തളിപ്പറമ്പിൽ വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അല്പം കൂടി കടന്നുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയത്. അവസരവാദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസരവാദ സമീപനമാണ് പാംപ്ലാനിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. അതിന് തൊട്ടു പിന്നാലെ, അതായത് ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും അത്തരമൊരു പ്രതികരണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ, അതായത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ, അത്തരത്തിലുള്ള പിതാക്കന്മാരൊക്കെ ഇത്തരമൊരു പ്രതികരണവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി വീണ്ടും ചില പ്രതികരണവുമായി രംഗത്ത്. എന്തായാലും ഈ പോര് അതുപോലെ തന്നെ തുടരുകയാണ്. ആരും പിന്നോട്ടേക്ക് പോയിട്ടില്ല. എല്ലാവരും ആ പറഞ്ഞ നിലപാട് ഒന്നുകൂടി കടുപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ അവരുടെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ചില വോട്ട് ചോർച്ചകൾ ഉൾപ്പെടെ ഉള്ളിൽ അത്തരമൊരു പേടി CPM-നെ സംബന്ധിച്ച് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അത്തരമൊരു നിലപാട് പക്ഷേ അതേസമയം തന്നെ CPM ഉദ്ദേശിക്കുന്നത് ഇതിൽ RSSനെ തുറന്നു കാണിക്കുക, അത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കൂടുതൽ ചർച്ചയാക്കുക എന്നുള്ള ഉദ്ദേശം CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഒരു പോരിലേക്ക്, അല്ലെങ്കിൽ തുറന്ന ഒരു മുഖാമുഖമുള്ള ഒരു നേർപോരാട്ടത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി തുടർ പ്രതികരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഗോവിന്ദച്ചാമിയോട് കൂടി ഉപമിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായിട്ടുള്ള ഈ പറയുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ പുരോഹിതൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രതികരണം. അപ്പോൾ അതിലൊക്കെ ഇനി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഏതൊക്കെ തരത്തിലായിരിക്കും പ്രതികരണം എന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ഒരു പോരാട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു പരസ്പരമുള്ള ഒരു പോർമുഖം പരസ്പരം തുറന്നിരിക്കുകയാണ് CPM-ഉം കത്തോലിക്ക കോൺഗ്രസും അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയും എന്നതാണ് ഈ സംഭവങ്ങളിലൂടെ എല്ലാം തന്നെ വ്യക്തമാവുന്നത്.